ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇമ്മയും നാത്തൂനും ആങ്ങളെ വിളിക്കുമ്പോഴും പറയും കേട്ടോ നോമ്പ് തുറക്കാൻ ചെല്ലാൻ. പക്ഷേ നമ്മൾക്ക് പോകാൻ പറ്റാറില്ല, കാരണം ഇക്കാക്ക് പള്ളിയിൽ നോമ്പ് തുറണ്ടല്ലോ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഫുഡൊക്കെ ഒരുക്കി കൊടുക്കണല്ലോ, അത് കാരണം പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പള്ളിയിൽ ഇക്കാൻ്റെ ഫ്രണ്ട്സുകളെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഇക്കാൻ്റെ വണ്ടി തന്നെ ഇട്ട് നമുക്ക് കിട്ടിയത്. ഏത് വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും തലക്കിരിക്കാൻ ഇവിടെ തല്ലാണ് ആക്കാറട്ടെ, ഫിനുമോളും നമ്മൾ ഷിബിനുമോളും കൂടി. അങ്ങനെ നമ്മൾ പോയി കാടാമ്പുഴയിലെ പടിഞ്ഞാറ് നിരപ്പിൽ നമ്മുടെ കുഞ്ഞു കൊട്ടാരത്തിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരിക്കട്ടെ നമ്മുടെ ആങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോരുത്തരായിട്ട് നമ്മളെ കാണാൻ തന്നെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടോ. ആങ്ങൾക്ക് 3 കുട്ടികളാണ് കേട്ടോ. മൂത്താളെ കാണുന്നില്ല, അവന് ട്യൂഷന് പോയതുകൊണ്ടാണ് അവനെ കാണാത്തത് കേട്ടോ. പിന്നെ ഉമ്മയും നാത്തൂനാണ് വീട്ടിലുള്ളത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മയും നാത്തൂനും കൂടി ഏകദേശം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. റവ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉള്ളിവട പൊരിക്കുന്നുണ്ട്, പിന്നെ ബീഫ് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ചിക്കനായിരുന്നു. അങ്ങനെ നാത്തൂര് നമ്മുടെ 2 കുട്ടിപ്പട്ടാളങ്ങളെ കൂട്ടിയിട്ട് പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവളെ കടയിൽ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടിമേലും ആളായിട്ടോ. വേറെ ആരുമില്ല കേട്ടോ പറക്കാൻ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പറക്കാൻ. എന്നാൽ പിന്നെ അവർ പോയി വരട്ടെ കടയിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഫ്രൂട്ട്സ് പൈനാപ്പിളും മുന്തിരിയും ബത്തക്കയും പിന്നെ പപ്പായി ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാറായിട്ട് നമ്മൾ ഷിബിലും മോനും ഇക്കയും കൂടി ഫ്രൂട്ട്സൊക്കെ ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോഴാണ് കേട്ടോ ഒരു മയിൽ വന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തപ്പോഴേക്കും നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് സബൂറില്ല കേട്ടോ. അവരിതാ ഓരോന്നായി കൊണ്ടുവെക്കാൻ തുടങ്ങി. നോമ്പ് നമ്മളായിട്ട് എടുത്തിട്ടുള്ളത്, വിശപ്പ് അവർക്കാണ് കേട്ടോ. നാരങ്ങ കൂടി ലൈം അടിച്ചിരുന്നു, പിന്നെ റവ ഉണ്ടാക്കിയിരുന്നു, പിന്നെ എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് ബട്ടറായിരുന്നു കേട്ടോ. പിന്നെ പൊരിക്കടി സമൂസയും ഉള്ളിവടയായിരുന്നു. ഇതൊക്കെ തന്നെ ഇതെല്ലാം തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മളെ നോമ്പ് തുറ ചെറിയൊരു നോമ്പ് തുറ കേട്ടോ, കാരണം അമ്മായിമ്മയും മരുമാനും നാത്തൂനും പിന്നെ പേരക്കുട്ടികളും കൂടി ചെറിയൊരു പറ കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ബാങ്ക് കൊടുത്തു കേട്ടോ. എല്ലാവരും കൂടി അൽഹംദുലില്ലാ ഒത്തൊരുമിച്ച് കൂടിയിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഫിനുമോൾക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ. ആങ്ങളുടെ 2 ചെറിയ മക്കൾക്ക് നോമ്പുണ്ടായിട്ടില്ല, ബാക്കി എല്ലാവർക്കും നോമ്പൻ്റെയാണ്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ക്ലീനാക്കി പിന്നെ ഓത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത മത്സരം തുടങ്ങി കേട്ടോ. എവിടെയാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് ഉപ്പിലിട്ടത് മസ്റ്റാണല്ലോ. ഞാൻ ഉപ്പിലിട്ടത് റെഡിയാക്കിയപ്പോഴേക്കും കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എത്തിയിട്ടോ. പേരൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളും എല്ലാതും കൂടി ഇട്ടിട്ട് ഒന്ന് മസാല അടിച്ചു. നമ്മൾക്കിത് വീട്ടിൽ പിന്നെ എന്നും ശീലമായതാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഏതായാലും പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ടല്ലേ ചായയും കടിയൊക്കെ കുടിക്കുള്ളൂ. അപ്പോഴേക്ക് പിന്നെ കഴിച്ചാലല്ലേ സമാധാനമാവും. ഉമ്മ ഇതൊക്കെ കണ്ടിട്ട് അന്ത് വിട്ട് നിൽക്കാട്ടോ. നമുക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, കുറച്ചെങ്കിലും ഉപ്പിലിട്ട് തിന്നാം, എന്നാലിട്ടൊരു സമാധാനമാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും തറാവീഹ്ക്ക് പോയിട്ടോ. ഞങ്ങളത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. അതിന് ശേഷം അടുത്ത മത്സരം തുടങ്ങാണ് കേട്ടോ. ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചപ്പോഴേക്കും 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചെറിയ കുട്ടിപ്പട്ടാളങ്ങൾ 3 കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മായിമ്മ മരുമാനും പറപ്പിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.